ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്ററേച്ചർ കോർണർ. ഇന്ന് നമ്മൾ വാട്ട് ഹി സെഡ് ബൈ ഔവയാറിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ നെയിം ഔവയാർ. ഔവയാർ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ നെയിം ഔവയാർ ഇസ് നോട്ട് എ പേഴ്സണൽ നെയിം ബട്ട് എ ടൈറ്റിൽ മീനിങ് റെസ്പെക്റ്റഡ് ഗുഡ് വുമൺ ഓർ എൽഡറി വൈസ് വുമൺ. ഈ ഔവയാർ എന്ന് പറയുന്നത് ഒരാളെ നെയിമല്ല, സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന സ്ത്രീ അല്ലെങ്കിൽ ജ്ഞാനിയായ പ്രായം ചെന്ന സ്ത്രീ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ സീരീസ് ഓഫ് ഹൈലി റിവേർഡ് ലെജൻഡറി ഫീമെയിൽ പോയറ്റ്സ് ഹു മെയ്ഡ് മോണുമെൻ്റൽ കോൺട്രിബ്യൂഷൻസ് ടു ഏൻഷ്യൻ്റ് ആൻഡ് മീഡിയവൽ തമിഴ് ലിറ്ററേച്ചർ. പ്രാചീന മധ്യകാലത്ത് തമിഴ് സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ജനങ്ങൾ ഏറെ ആദരിക്കുന്ന ഒരു കൂട്ടം ഇതിഹാസ വനിതകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കുറുന്തോക്കെ? എന്താണ് കുറുന്തോക്കെ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറുന്തോക്കെ ഈസ് എ ക്ലാസിക്കൽ തമിഴ് പോയറ്റിക് ആന്തോളജി ബിലോങ്ങിങ് ടു ദ എട്ടുതോക്കെ ഓഫ് സംഘം ലിറ്ററേച്ചർ. സംഘകാല സാഹിത്യത്തിലെ എട്ടുതോക്കെ എന്ന് പറഞ്ഞാൽ 8 സമാഹാരങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു ക്ലാസിക് തമിഴ് കാവ്യ സമാഹാരമാണ് കുറുന്തോക്കെ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 401 ഷോർട്ട് പോയംസ് ദാറ്റ് പ്രൈമർലി ഫോക്കസ് ഓൺ അകം തീംസ് വിച്ച് ഡീൽ വിത്ത് ദ ഇന്നർ ഇമോഷൻ ലൈഫ്, ലവ് ആൻഡ് സെപ്പറേഷൻ. ഇതിൽ 401 ചെറിയ കവിതകളുണ്ട്. മനുഷ്യൻ്റെ ആന്തരിക വൈകാരിക ജീവിതം, അതുപോലെ പ്രണയം, വിരഹം, അങ്ങനെയുള്ള അകം പ്രമേയങ്ങളാണ് ഈ കവിതയിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്പീക്കർ ഓഫ് ദ പോയം വാട്ട് ഹി സെഡ്. ഈ കവിതയിലെ സ്പീക്കർ ആരാണെന്നാണ് ചോദിച്ചുള്ളത്. ആസ് എക്സ്പ്ലിസിറ്റി ഇൻഡിക്കേറ്റ്സ് ബൈ ദ ടൈറ്റിൽ വാട്ട് ഹി സെഡ്, ദ സ്പീക്കർ ഓഫ് ദ പോയം ഈസ് എ മെയിൽ ലവർ. ഈ പോയത്തിലെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു മെയിൽ ലവറാണ്. He is expressing his intense romantic longing and his deep inner conflict to his friend or directly reflecting upon his beloved. ആള് തൻ്റെ ഉള്ളിലുള്ള പ്രണയവും അതുപോലെ താൻ നേരിടുന്ന പ്രശ്നമൊക്കെ ഒന്നെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പറയുക, അല്ലെങ്കിൽ സ്വന്തം പ്രണയഭാരം സ്വയം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലാബറേറ്റ് വാട്ട് ദ സ്പീക്കർ മീൻസ് ബൈ ദ വേർഡ്സ് ഡിമാൻഡ്. സ്പീക്കർ വേർഡ്സ് ഡിമാൻഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. By the world's demand, the speaker refers to the everyday duties, social obligation and material work that bind him to his daily life. ഇവിടെ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ എന്നുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിലെ ജോലികൾ, കുടുംബ സാമൂഹിക ബാധ്യതകൾ എന്നിവയൊക്കെയാണ്. These external responsibilities act as a barrier, pulling his attention away and preventing him from fully immersing himself in his thought of love. അദ്ദേഹത്തിന് തൻ്റെ പ്രണയിനിയെ പറ്റി ചിന്തിച്ചിരിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നാൽ സാഹചര്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുകയാണ് അദ്ദേഹത്തിന്. പ്രണയം ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ളൊരു പോരാട്ടമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഇമേജ് ദിസ് ഫ്ലഡ് ഓഫ് ഡിസയർ. ഫ്ലഡ് ഓഫ് ഡിസയറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. The image, this flood of desire, is a powerful metaphor that symbolizes the overwhelming, expansive and insatiable nature of the speaker's passion. It illustrates an emotion so massive that it submerges everything like a flood covering tall trees, highlighting that his love is completely beyond his control. അദ്ദേഹം ഇവിടെ പറയുന്നത് ഫ്ലഡ് ഓഫ് ഡിസയർ എന്നതൊരു മെറ്റഫറിനായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. പ്രളയം വരുമ്പോൾ പ്രളയം എല്ലാത്തിനും മുക്കും, വലിയ വലിയ മരങ്ങൾ വരെ അതിൽ മുങ്ങിപ്പോകും. അതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ, നിയന്ത്രണം വരെ വിട്ട് എല്ലാത്തിനെയും മറികടന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രണയം എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആൻ അകം പോയം ആൻഡ് പുറം പോയം. അകം പോയം പുറം പോയം തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഈ സംഘ ലിറ്ററേച്ചറിൽ പോയട്രിനെ 2 ജോണേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അകം, രണ്ടാമത്തത് പുറം. അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഫീലിങ്സിനെ എന്ന് വെച്ചാൽ നമ്മളെ പ്രൈവറ്റായിട്ടുള്ള ഇമോഷണൽ ലൈഫ്, അതുപോലെ നമ്മുടെ ലവ്, റൊമാൻസ്, സെപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക്കായിട്ട് ഔട്ടറായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, ലൈക്ക് ഇപ്പോൾ ഹീറോയിസം, വാറ്, വയലൻസ്, അങ്ങനെയുള്ള വാരിയർ, അങ്ങനെയുള്ള കാര്യങ്ങളിനൊക്കെയാണ് പുറം എന്നതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ തമിഴ് സംഘം പോയട്രി. എന്താണ് സംഘസാഹിത്യം എന്നാണ് ചോദിക്കുന്നത്. തമിഴ് സംഘം പോയട്രി റെഫേഴ്സ് ടു ദ ഏർലിയസ്റ്റ് ബോഡി ഓഫ് ദ ക്ലാസിക്കൽ തമിഴ് ലിറ്ററേച്ചർ കമ്പോസ്ഡ് റഫ്ലി ബിറ്റ്വീൻ 300 BCE ആൻഡ് 300 CE ഡ്യൂറിങ് ദ അസംബ്ലി ഓഫ് പോയറ്റ്സ് ഇൻ മധുരൈ.
പുരാണ തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഇത്. ഇത് ഏകദേശം ഒരു 300 BCE 300 CE കാലഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരയിലെ രാജാക്കന്മാരുടെ കീഴിൽ ഒത്തുകൂടിയുണ്ടായിരുന്ന കവികളുടെ കൂട്ടായ്മയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നത്. ടു മേജർ കളക്ഷൻസ്, 10 പാട്ടു ആൻഡ് 8 തൊക്കൈ, ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ഹൈലി സ്ട്രക്ചേർഡ് സെക്യുലർ നേച്ചർ ആൻഡ് ഇൻറ്റൻസ് റിയലിസം. ഇനി ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, സെക്യുലർ നേച്ചറാണ്. മതപരമായ കാര്യങ്ങൾക്കും അപ്പുറം മനുഷ്യൻ്റെ ജീവിതത്തിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ദെൻ റിയലിസം, അന്നത്തെ ജീവിതത്തെ വളരെ കൃത്യമായിട്ട് ഭാവനകൾ അധികമില്ലാണ്ട് ഇതിൽ ചിത്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 5 ലാൻഡ്സ്കേപ്സ്, മനുഷ്യൻ്റെ വിവിധ മാനസികാവസ്ഥകളെ കാണിക്കാൻ വേണ്ടിയിട്ട് 5 വ്യത്യസ്ത ഭൂപ്രകൃതികളെ അവർ ഇതിൻ്റെ പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻവാല്യുബിൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഓഫ് ദ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് ആൻഷ്യൻ്റ് സൗത്ത് ഇന്ത്യ. ഇത് നമ്മളെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള ചരിത്രം മനസ്സിലാക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ പോയറ്റിക് ടെക്നിക്സ് എംപ്ലോയ്ഡ് ഇൻ വാട്ട് ഹി സെഡ്. ഇതിലെ കവിതാശൈലികൾ എന്തൊക്കെയാണ്, ഉപയോഗിച്ചിട്ടുള്ള കവിതാശൈലികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ വാട്ട് ഹി സെഡ്, അവയർ എക്സ്പെർട്ട്ലി എംപ്ലോയ്സ് ക്ലാസിക്കൽ സംഘം പോയറ്റിക് ടെക്നിക്സ് കംപ്രസ്ഡ് ഇൻടു എ മിനിമൽ സ്ട്രക്ചർ. ഇതിൽ സംഘം സാഹിത്യ ശൈലികളെ വളരെ ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. Memory technique is the use of an intense hyperbolic metaphor where love is compared to a massive, uncontrollable natural force, a flood that reaches the top of trees. This contrast between the vast scale of the flood and the small act of scooping water with hands beautifully illustrates the transition from overwhelming passion to a quiet desire for intimacy. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ശൈലിയാണ് ഹൈപ്പർബോളിക് മെറ്റഫർ, അതിശോക്തിപരമായ രൂപീകരണം. ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, മരത്തിൻ്റെ അറ്റം വരെ മുക്കാൻ പ്രാപ്തിയുള്ള ഒരു ഫ്ലഡിനോടാണ് നമ്മളിവിടെ പ്രണയത്തിന് ഉപമിച്ചിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഹൈപ്പർബോളിക് മെറ്റഫർ എന്ന് പറയുന്നത്. ദിസ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ വാസ്റ്റ് സ്കെയിൽ ഓഫ് ദ ഫ്ലഡ് ആൻഡ് ദ സ്മോൾ ആക്ട് ഓഫ് സ്കൂപ്പിംഗ് വാട്ടർ വിത്ത് ഹാൻഡ്സ് ബ്യൂട്ടിഫുള്ളി ഇലിസ്ട്രേറ്റ് ദ ട്രാൻസിഷൻ ഫ്രം ഓവർവെൽമിംഗ് പാഷൻ ടു എ ക്വൈറ്റ് ഡിസയർ ഫോർ ഇൻറ്റിമസി. Additionally, the technique of interior monologue allows the poem to capture the universal psychological tension between internal emotional desire and the external pressure of the worldly duty. പിന്നെ ഇവിടെ പറയുന്നത്, ഒരു വശത്ത് വലിയൊരു പ്രളയവും മറുവശത്ത് അതിൽ നിന്ന് കൈകൊണ്ട് വെള്ളം കോരിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റി പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എത്ര വലിയ ഇഷ്ടമുണ്ടെങ്കിലും അതിനെ നോർമലൈസ് ചെയ്ത് പെരുമാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും തൻ്റെ കടമകളും പ്രാരാബ്ദങ്ങളും കാരണം അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത ആ ഒരവസ്ഥയും കൂടെ ഇവിടെ കവി സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അകം പോയം? ഡിസ്കസ് വാട്ട് ഹി സെഡ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് അകം പോയം. എന്താണ് അകം പോയം എന്നും അതുപോലെ വാട്ട് ഹി സെഡിനെ എക്സാമ്പിൾ ആക്കിയിട്ട് അകം പോയത്തിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. An Agam poem is a traditional form of classic Tamil poetry from a Sangam literature. It primarily focuses on the inner world or personal emotions, specifically dealing with the themes of love, romance, relationships and internal conflicts. സംഘകാലത്തുണ്ടായിരുന്ന ക്ലാസിക് തമിഴ് കവിതകൾ തന്നെയാണ് നമ്മൾ അകം പോയംസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നർ ഫീലിങ്സിനെയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ലൈക്ക് ലവ്, റൊമാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ. The core theme of what he said is the speaker's deep unfulfilled love. The poem portrays the speakers reflecting intensely on their beloved and expressing the inner emotional turmoil of longing to be with them, which is a classic element of Agam poetry. കവിതയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് അവരെ നടക്കാതെ പോയ ലവ് തന്നെയാണ്. അതുപോലെ അദ്ദേഹം ആ ഒരു സമയത്ത് അനുഭവിക്കുന്ന മാനസിക വേദനകൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ വീണ്ടും ഒന്നാവാനുള്ള ആ ഒരു ആഗ്രഹമൊക്കെയാണ് ഈ കവിതയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമങ്ങളും അതുപോലെ ആ ഒരു സ്ട്രോങ് ലവൊക്കെ തന്നെയാണ് ഇതിനൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു അകം പോയട്രി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇൻ അകം പോയട്രി, personal feelings often clash with outside circumstances. In this poem, the speaker feels torn and overwhelmed between their intense love and worldly obligations.
Summarized in the line, baffled by the world's demand, the psychological struggle to balance love with duty creates an inner turmoil characteristic of അകം literature. അകം കവിതകൾ പൊതുവെ നമ്മുടെ മനുഷ്യൻ്റെ ഇന്നർ ഫീലിങ്സും അതുപോലെ പുറം ലോകത്തെ കടമകളും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് പൊതുവെ നടക്കാറുണ്ട്. നമ്മുടെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീവ്രമായ പ്രണയത്തിൻ്റെയും എന്നാൽ അതുപോലെ തന്നെ സമൂഹത്തിനോടുള്ള തൻ്റെ ആ ഒരു കടമകളുടെയും ഒക്കെ ഇടയിൽ പെട്ടുപോവുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയാണ്ട് പകച്ചു നിന്ന് പോകുന്ന ആ ഒരു അവസ്ഥേനെയാണ് ബാഫിൾഡ് ബൈ ദ വേൾഡ്സ് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ കവിതയിൽ പരാമർശിച്ചിട്ടുള്ളത്. This psychological struggle to balance love with duty creates a inner turmoil characteristics of അകം literature. ഇവിടെ പ്രണയവും കടമയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഈ ശ്രമം വഴി അകം സാഹിത്യത്തിൻ്റെ തനതായ ഒരു സംഘർഷത്തെയാണ് സൃഷ്ടിക്കുന്നത്. അകം പോയട്രി frequently uses elements of nature and landscape as a symbol to mirror emotional states. ഇവിടെ പ്രകൃതിയുടെ ഒരു സ്വാധീനം നമുക്ക് കാണാനുണ്ട്. മനുഷ്യൻ്റെ ഇത്തരം വൈകാരികതകൾ കാണിക്കാൻ വേണ്ടിയിട്ട് അകം കവിതകളിൽ പ്രകൃതി, ഭൂപ്രകൃതി പോലെ പ്രതീകങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഇനി കവിതയിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തേത്, ദിസ് പോയം യൂസസ് ദ മെറ്റഫർ ഓഫ് എ ഫ്ലഡ് ഓഫ് ഡിസയർ ടു കമ്പയർ ദ സ്പീക്കേഴ്സ് അൺകൺട്രോളബിൾ ആൻഡ് ഓവർഫ്ലോയിങ് പാഷൻ ടു എ പവർഫുൾ നാച്ചുറൽ ഫോഴ്സസ്. ഇവിടെ കവിക്ക് തൻ്റെ കാമുകിയോടുള്ള പ്രണയം അണപൊട്ടി ഒഴുകുന്നൊരു പ്രളയം പോലെയാണ് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്ലഡ് ഓഫ് ഡിസയർ എന്നുള്ളൊരു മെറ്റഫർ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അനദർ മേജർ ട്രേറ്റ് ഓഫ് എൻ അകം പോയം ഈസ് ദാറ്റ് ദ ഐഡൻറ്റിറ്റീസ് ഓഫ് ദ ക്യാരക്ടേഴ്സ്, ദ ലവേഴ്സ്, റിമെയിൻ അൺനെയിംഡ് ആൻഡ് anonymous. In what he said, no specific names are given to the speaker or the beloved. The entire focus remains solely on the universal experiences of their emotional rather than their identity. ഇതിൽ നമ്മളിപ്പോൾ അകം കവിതകൾ നമ്മൾ പറഞ്ഞു അവരെ കഥാപാത്രങ്ങൾക്ക് പൊതുവെ പേരില്ല. ഇവിടുത്തെ കാമുകിക്കും കാമുകനോ ആർക്കും പേരില്ല. ആളുകൾ ആരാണെന്ന് നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രണയം എന്ന വികാരത്തിനാണ് കവി ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഡീപ്പ് ഫോക്കസ് ഓൺ പ്രൈവറ്റ് ലവ്, ദ സിംബോളിക് യൂസേജ് ഓഫ് നാച്ചർ, അനോണമസ് ക്യാരക്ടേഴ്സ് ആൻഡ് ദ വിവിഡ് പോർട്രയൽസ് ഓഫ് ഇന്നർ സൈക്കോളജിക്കൽ സ്ട്രഗിൾ, വാട്ട് ഹി സെഡ് ഈസ് ഫേംലി സിറ്റേറ്റഡ് വിത്ത് ദ റിച്ച് ട്രഡീഷൻ ഓഫ് അകം പോയട്രി. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ കവിത അകം പോയട്രിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അങ്ങനെ പറയാനുള്ളൊരു പ്രധാന കാരണത്തിലൊന്നെന്ന് പറയുന്നത്, ഇത് വ്യക്തിപരമായ പ്രണയത്തെക്കുറിച്ച് ഡീപ്പായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നേച്ചറിനെ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, പകരം വികാരങ്ങളുടെ ഒരു സിമ്പിളായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിലെ ക്യാരക്ടേഴ്സിന് പേരില്ല, പകരം അവരുടെ ഇന്നർ ഇമോഷൻസിനെയും കോൺഫ്ലിക്ട്സിനെയും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഈ പോയം അകം പോയട്രിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.